നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇക്വിറ്റി വാല്യൂഷൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പ്രതിപാദിക്കാൻ പോകുന്നത് ഇക്വിറ്റി സ്റ്റോറീസ് ആണ്, അതായത് കഥകൾ. എങ്ങനെയാണ് ഒരു ഇക്വിറ്റിയെക്കുറിച്ച്, ഒരു സ്റ്റോക്കിനെ കുറിച്ച്, ഒരു കമ്പനിയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പരിതസ്ഥിതികളെക്കുറിച്ചുള്ള കഥകൾ അതിൻ്റെ വാല്യുവേഷനെ ബാധിക്കുന്നത് എന്നാണ്. പലപ്പോഴും ഇന്നത്തെ രീതിയിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തുമ്പോൾ നമ്പേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അത് താരതമ്യേന എളുപ്പമാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ 10,000 അനലിറ്റിക്സ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണമെങ്കിൽ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് എൻജിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് തരത്തിലുള്ള അനാലിസിസും നമ്പേഴ്സിൻ്റെത് നമുക്ക് ഇന്നത്തെ രീതിയിൽ പോസിബിൾ ആണ്. ഒന്നുമില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു കോഡ് എഴുതി ചെയ്യാൻ പൈത്തൻ്റെ അകത്ത്, അതും ആയാലും മതി. ഇനിയിപ്പോൾ അതൊന്നുമില്ലെങ്കിലും എക്സൽ ആയാൽ പോലും മതി. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് അനലൈസ് ചെയ്യുന്നത് താരതമ്യേന ഇന്നത്തെ രീതിയിൽ എളുപ്പമാണ്. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തത്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്യൽ, അതാണ് സത്യത്തിൽ ഒരു മനുഷ്യൻ എന്നതിൻ്റെ സാന്നിധ്യം ഇത്തരത്തിലുള്ള ഒരു വാല്യുവേഷന് വളരെ അത്യാവശ്യമായി തീരുന്നത്. അല്ലാത്ത രീതിയിൽ ബാക്കി വാല്യുവേഷനൊക്കെ നടത്താൻ പറ്റും. നമുക്കിപ്പം ക്ലാസിക് ആയിട്ടൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്കറിയുന്ന പോലെ തന്നെ കഫേ കോഫിയുടെ നമുക്കറിയാം. ആദ്യത്തെ പ്രൊമോട്ടർ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. വളരെയധികം കടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടിത്തകർന്നു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏറ്റെടുക്കുന്നു. ആ ഒരു സമയത്ത് മീഡിയ ഒക്കെ എല്ലാവരും വാഴ്ത്തിപ്പാടുന്നു. ഭാര്യ ഏറ്റെടുത്തോടു കൂടിയിട്ട് കമ്പനി ഇനി അടുത്തത് ഉയർച്ചയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. കടങ്ങൾ കുറഞ്ഞു എന്ന് പറയുന്നു. ഇതെല്ലാം കഥകളാണ്. ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു ഓൺടർപ്രണറുടെ കഥകളാണ്, ഒരു വനിതയുടെ കഥകളാണ്. ഏറ്റെടുക്കാൻ കാണിച്ച ധൈര്യം വളരെ നല്ലത്. പക്ഷേ നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള നമ്പേഴ്സിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ പ്രൊജക്ഷൻസിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇക്കറിഞ്ഞ കഥകളും ഈ നമ്പേഴ്സുമായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് കരുതുന്നു. അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു AI എഞ്ചിനോ ഒരു കമ്പ്യൂട്ടറോ ഇവയും മനുഷ്യൻ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കഥകൾ അത് വാല്യുവേഷനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വെറും നമ്പേഴ്സ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ശരിക്കുള്ള വാല്യൂ ലഭിക്കില്ല. അപ്പോൾ ഈ കഥകളും നമ്പേഴ്സുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് ഒരു ഔട്ട്കം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു വർക്ക് നിലനിൽക്കുന്നത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള AI പ്ലാറ്റ്ഫോംസിനൊന്നും തൽക്കാലം അത് ചെയ്യാൻ കഴിയില്ല. ഭാവിയിലേക്ക് ചിലപ്പം കഴിഞ്ഞേക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ നമ്പേഴ്സ് മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില കമ്പനികളൊക്കെ നഷ്ടത്തിലായിരിക്കാം. നമ്പേഴ്സ് വളരെ നല്ലതൊന്നും ആയിരിക്കില്ല. പക്ഷെ അതേസമയം തന്നെ അതിനകത്ത് ഭയങ്കര ബൈയിങ് ഇൻട്രസ്റ്റ് കാണാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നിക്ഷേപിക്കുന്നതായിട്ടൊക്കെ കാണാം. ആകർഷകമായിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ പോലും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആ കമ്പനിയുമായിട്ട് ചേർന്നിട്ടുള്ള കുറച്ച് കഥകൾ, ഇവരുടെ പ്രൊജക്ഷൻസ്, ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് വെക്കുന്നു. അപ്പോൾ അത് ഈ നമ്പേഴ്സുമായിട്ട് ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ഈ പറഞ്ഞ കഥകളൊക്കെ ഒരു ഇൻവെസ്റ്റർ സെന്റിമെന്റിനെയും ബാധിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ബിഗ് ബാസ്ക്കറ്റിന്റെ കാര്യം എടുക്കാം. എല്ലാവർക്കും ഇപ്പോൾ ബിഗ് ബാസ്ക്കറ്റ് പരിചയം ഉണ്ടാവും. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ സിറ്റീസിന്റെ അകത്തും ബിഗ് ബാസ്ക്കറ്റ് ഗ്രോസറികളും പലചരക്ക് സാധനങ്ങളും ഇറച്ചി മീനും ഉൾപ്പെടെ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിഗ് ബാസ്ക്കറ്റിന്റെ കഥകൾ നമ്മൾ പറയുകയാണെങ്കിൽ 2019 ബിഗ് ബാസ്ക്കറ്റ് ഒരു യൂണിക്കോൺ ആയിട്ട് മാറി. അപ്പോൾ അതിനു മുമ്പ് ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ മലയാളി തന്നെയാണ് അത് കൊണ്ടുവന്നത്. പലയിടത്തും ചെന്നിട്ട് പല ഇൻവെസ്റ്റേഴ്സിനായിട്ട് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇതൊരു ഓൺലൈൻ ഡെലിവറി ആണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അന്ന് പലപ്പോഴും തിരിച്ചു ചോദിച്ചിരുന്ന ചോദ്യം, ഓൾറെഡിയുടെ വേറെ ഉറപ്പിച്ച ആമസോണോ ഫ്ലിപ്കാർട്ടോ പോലുള്ള പലതും ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു സാധനത്തിന്റെ ആവശ്യം എന്താണുള്ളത് എന്നുള്ളതാണ്. അപ്പോഴാണ് ഓൺലൈൻ ഡെലിവറി മാത്രമല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റന്റ് ഡെലിവറി, അതായത് നമ്മൾ പലചരക്ക് കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ, അത്രയും അവിടെ പോയി സാധനം വാങ്ങിച്ച് തിരിച്ചെത്തുന്നതിനേക്കാളും എളുപ്പത്തിൽ നമ്മൾ വീട്ടിൽ ലോക്കലൈസ്ഡ് വെയർ ഹൗസുകളും ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് വീട്ടിലുകളിലേക്ക് നമ്മൾ ഡെലിവർ ചെയ്യുന്ന ഒരു സർവീസാണ്. അപ്പൊ ഈ ഒരു കാര്യം പറയുന്നതോട് കൂടിയിട്ട് സാധാരണ വെറും ആമസോൺ പോലെയോ ഫ്ലിപ്കാർട്ട് പോലെയോ അവർക്കൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ വളർന്നു വരുന്ന ഒരു കമ്പനിയെക്കാളും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടും. അതായത് വാല്യുവേഷൻ കൂടി എന്നർത്ഥം. അപ്പൊ ഇതേപോലത്തെ കഥകൾ, നമ്മൾ നമ്പേഴ്സ് അല്ല, ഇതേപോലത്തുള്ള കഥകൾ പലപ്പോഴും ഒരു കമ്പനിയുടെ വാല്യൂ തന്നെ മാറി മറിക്കും. അതാണ് വാല്യുവേഷനിൽ കഥകളുടെ പ്രാധാന്യം. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പേടിഎമ്മിന്റെ വാല്യുവേഷൻ എപ്പോഴും കൂടുകയും കുറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ കഥകൾ വരുമ്പോഴും, ഓരോ പ്രോഡക്റ്റ് വരുമ്പോഴും അതിന്റെ വാല്യുവേഷൻ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് പേടിഎം തുടങ്ങിയത് പലർക്കും പരിചയം ഉണ്ടാവും. ഒരു മൊബൈൽ റീചാർജിങ് പ്ലാറ്റ്ഫോമായിട്ട് തുടങ്ങിയതാണ്. അതേസമയം അതൊന്നും മുമ്പോട്ട് പോയി ഓൺലൈൻ ആയിട്ടുള്ള ഈവന്റ്സ് ബുക്കിങ്ങും ഓൺലൈൻ ഈവന്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും മുതൽ സൗണ്ട് ബോക്സ് പോലെ UPI പേയ്മെന്റ്സ് നടത്തിയിട്ട് ആ നടത്തിയതിന്റെ ഒരു വിളിച്ചു പറയുന്നത് പോലത്തെ, പലർക്കും പരിചയം ഉണ്ടാവും, സൗണ്ട് ബോക്സ് ഇത്ര എമൗണ്ട് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്ന പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആക്സെപ്റ്റൻസ് വീണ്ടും താന്നിരുന്ന ഒരു വാല്യൂഷൻ വീണ്ടും കൂടി.
അപ്പൊ ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അത്തരം കഥകൾ പറഞ്ഞിട്ട് വാല്യൂഷൻ കൂട്ടുക. ഇതാണ് വാല്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇതിനു മുമ്പ് കഫേ കോഫി ഡേയുടെ ഈ പറഞ്ഞ കഥകളൊക്കെ മീഡിയ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്, വെയിറ്റ്, കാത്തിരിക്കുക. ഈ കഥകളൊക്കെ ഈ പറഞ്ഞ നമ്പേഴ്സായിട്ട് മാച്ച് ചെയ്യുന്നവരെ കാത്തിരിക്കുക. അപ്പൊ ഈ കഥകൾ നമുക്ക് എത്തരത്തിൽ വാല്യൂഷൻ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കഥകൾ കേൾക്കുമ്പോഴും നിങ്ങൾ ഈ കഥകൾ പ്രാവർത്തികമാക്കുവാനുള്ള കഴിവ് ഈ കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കമ്പനി പറയുന്നു, ഞങ്ങൾ ശ്രീലങ്കയിൽ പോയിട്ട് ഒരു കോഫി പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങുന്നു. ഇതിനായിട്ട് നമ്മൾ $100 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു കഥയാണ്. പക്ഷെ നമ്മൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കി കഴിയുമ്പോൾ കമ്പനിയുടെ മൊത്തം നീക്കിയിരിപ്പും അസറ്റൊക്കെ കൂടിയാൽ $1 കോടി വരില്ല. പിന്നെ ഈ $100 ബില്യൺ തത്തുല്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ നടത്തും? ഇത്ര ഭീമമായിട്ടുള്ള ഒരു തുക ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി വല്ല കൺസോർഷ്യമായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള വഴിയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഈ കോഫി പ്രോസസ്സിങ്ങിനുള്ള കോമ്പിറ്റൻസി എന്താണുള്ളത്? ഇതിനു മുമ്പ് വല്ലതും ഉണ്ടായിരുന്നോ? ഇതുകൂടാതെ കമ്പനിക്ക് മറ്റേതെങ്കിലും മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും അസറ്റ്, ഏതെങ്കിലും കുറെ ലാൻഡോ ഒക്കെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? ഇപ്പൊ ഫീനിക്സ് മില്ലൊക്കെ അതുപോലത്തെ ഒരു കാര്യമാണ്. ഫീനിക്സ് മില്ലൊക്കെ ഒത്തിരി ലാൻഡ് ഉണ്ട്. അതുപോലെ ബോംബെ ഡൈങ് ആണെങ്കിൽ ഇവരൊക്കെ ഒത്തിരി ലാൻഡ് ഉണ്ട്. ഈ ലാൻഡൊക്കെ വേണമെങ്കിൽ ഒന്ന് മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, സെല് ചെയ്തിട്ടൊക്കെ കിട്ടുവാണെങ്കിൽ പണം ലഭിക്കും. അപ്പൊ ഈ പറയുന്ന കഥയ്ക്ക് അവിടെ വിലയുണ്ട്. അതായത് ഫണ്ട് റൈസ് ചെയ്യാനുള്ള വകയുണ്ട്. അതുകൊണ്ട് ഈ കഥ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വഴിയുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും കഥ കേട്ടാലുടനെ ചാടിക്കയറി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. കഥ കേട്ടാലുടനെ ഈ കഥ പ്രാവർത്തികമാക്കാനുള്ള വഴികൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റോ കമ്പനിയുടെ ബാക്കിയുള്ള നമ്പേഴ്സോ ഒക്കെ നൽകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ വാല്യുവേഷൻ പ്രധാനപ്പെട്ട ടൂൾസ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റോ ഇൻകം സ്റ്റേറ്റ്മെന്റോ ബാലൻസ് ഷീറ്റുകളോ ഒക്കെ എത്തരത്തിൽ നമുക്ക് വായിക്കാം, വായിച്ചിട്ട് നമുക്ക് എത്തരത്തിൽ അത് ഒരു സെക്കൻഡറി ഇന്റർപ്രിറ്റേഷൻ നടത്താം എന്നുള്ളത് അറിയേണ്ടത്. വായന എല്ലാവർക്കും നടക്കും, പക്ഷെ അതിന്റെ ഇന്റർപ്രിറ്റേഷൻ നടത്താനാണ് പലർക്കും വലിയ ബുദ്ധിമുട്ടുള്ളത്. നമുക്കറിയുന്ന പോലെ തന്നെ ഒട്ടനേകം പേര് ചില എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ MBA ഇവിടുന്നൊക്കെ വാല്യൂഷൻ എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി കോഴ്സാണ് അതിൻ്റെ അകത്ത്. പക്ഷെ എങ്കിൽ പോലും എത്ര പേർക്ക് വൃത്തിയായിട്ട് വാല്യൂഷൻ നടത്താൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വാല്യൂഷൻ എന്ന് പറയുന്നത് വെറും നമ്പേഴ്സ് മാത്രമല്ല, അതിൻ്റെ അകത്ത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കഥകളുണ്ട്, എൻവയോൺമെന്റ് ഉണ്ട്. ഇവയെല്ലാം ഒന്നിച്ചു കൂടി ചേർന്നിട്ട് ഒരു മോഡൽ ചെയ്തെങ്കിൽ മാത്രമേ വാല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കമ്പനിയുടെ മൂല്യം ഭാവിയിലേക്ക് എന്തുണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കഥകളെക്കുറിച്ച് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചും കൂടി ഒരു ചെറുതായിട്ടുള്ള ഒരു കാര്യം പറയാം. വിശദമായിട്ട് നമുക്ക് പിന്നീട് ടൂൾസ് എല്ലാം പഠിച്ചതിന് ശേഷം പറയാം. ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കമ്പനി ശ്രീലങ്കയിൽ പോയിട്ട് $100 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു കഥ നമ്മൾ കേട്ടു. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മളൊരു ലിറ്ററേച്ചർ സെർച്ച് നടത്തണം. ഇതിനു മുമ്പ് ഇതേപോലത്തെ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ചില കമ്പനികൾക്ക് ഒരു സ്വഭാവമുണ്ട്, ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വിടുക എന്നുള്ളത്. പക്ഷേ ഈ ന്യൂസുകളൊക്കെ ആരും കാര്യമായിട്ട് ഫോളോ അപ്പ് ഒന്നും ചെയ്യാറില്ല. ന്യൂസ് ഉണ്ടാക്കിയിട്ട് എക്സ്ചേഞ്ചിനൊക്കെ ഒരു ഹരമുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു കമ്പനി ആണോ അല്ലയോ എന്ന് ഒന്നാമത് നോക്കുക. രണ്ടാമത്തെ കാര്യം, കമ്പനിയുടെ ഏതെങ്കിലും പകുതി വെച്ചിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ടോ എന്ന് നോക്കുക. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കമ്പനിക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ഉണ്ടോ എന്നുള്ളത്. ഉദാഹരണമായിട്ട് ചില കമ്പനികളൊക്കെ മോരും മുതിരയും പോലെ ഇരിക്കുന്ന പല ബിസിനസ്സുകളിലേക്ക് ഇറങ്ങും. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന പേരിൽ പലപ്പോഴും അത് ഫ്ലോപ്പ് ആക്കി തീരുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കുക. നാലാമതായിട്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുക. സ്വന്തമായി കയ്യിൽ പണമുണ്ടോ, അസറ്റ് ഉണ്ടോ? ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ കമ്പനിയെ ഒരു ബാങ്കോ കൺസോർഷ്യത്തിനോ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോപ്പുള്ള കമ്പനി ആണോ അല്ലയോ എന്ന്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡിൽ നമുക്ക് പ്രതിപാദിക്കാം. ഈ അധ്യായത്തോടുകൂടി പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഇൻകം സ്റ്റേറ്റ്മെന്റുമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.